Hai hai hoi 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 badopadi akeladi padopadi മോക്കാമിലേ കത്തി കത്തി. നിങ്ങൾ വിചാരിക്കും എനിക്ക് പേരാന്തായിരുന്നല്ലേ? എന്നാൽ എനിക്ക് പേരാന്തായതല്ല. ഈ ഒരു പാട്ട് ഏകദേശം ഒരു 5 മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി വൈറലായ ഒരു പാട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഏതോ ഒരു നാട്ടിലൊരു മുടിയെല്ലാം നീട്ടിയിട്ടുള്ള ഒരു പൊങ്കൻ പാടിയ പാട്ടാണിത്. ചഹത് ഫത്തേഹ് അലി ഖാൻ, അതാണ് അയാളുടെ പേര്. ചഹത് ഫത്തേഹ് അലി ഖാൻ എന്ന് പറയാം നമുക്ക്. അയാൾ പിന്നെ ഇങ്ങനെ ഒരു പാട്ട് പാടി, ഇങ്ങനെ ഈ ഒരു സാധനം അത് വാക്കേരി സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റായി. സാധന റീൽസോളികളെല്ലാം അതെടുത്ത് അതിനങ്ങ് എടുത്ത് ഇതാക്കി സംഭവം ഭയങ്കര ഹിറ്റായി മാറി. ഇപ്പോൾ ഈ കെടുകിടക്കെട്ട പാട്ടല്ലോ ഇങ്ങനെ ഹിറ്റായി മാറും എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാവർക്കും പാട്ട് പാടാൻ അറിയെങ്കിൽ നിങ്ങൾ ഏത് പാട്ട് പാടിക്കഴിഞ്ഞാലും ചിലപ്പം ഒരു ദിവസം ആ പാട്ട് ഹിറ്റാകും, ചിലപ്പോൾ ഓൺ എയറിലും ആകും. അത് ഓരോരുത്തൻ്റെ വിധി പോലെയായിരിക്കും. പക്ഷേ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമുക്കൊരു പാട്ട് പാടി അത് വൈറലാക്കാൻ വലിയ പണിയൊന്നുമില്ല. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് സാധിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് ശാസ്ത്രീയമായ സംഗീതമെല്ലാം പഠിച്ചിട്ടേ ഞാൻ പാട്ട് പാടാൻ വരുമെന്നൊന്നും നിങ്ങൾ ആരും എന്താക്കണ്ട, വിചാരിക്കണ്ട. പാടാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. നല്ലൊരു വോയിസും നല്ലൊരു ശബ്ദം ഉണ്ടെങ്കിൽ ആർക്കും ഇന്നത്തെ കാലത്ത് ഒരു പാട്ട് പാടി ആ പാട്ടിനെ വിജയിപ്പിക്കാൻ സാധിക്കും. ഇനി ജവോ ജബ ജബോ ജവേ പഞ്ചാബി ഹൗസിനെ പോലെ ദിലീപിനെ പോലെ സൗണ്ടുള്ള ആൾക്കാർക്കും ആ ജബ 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 എന്നുള്ള സൗണ്ട് വെച്ച് പാട്ട് പാടിക്കഴിഞ്ഞാലും ഇന്നത്തെ കാലത്ത് ചിലപ്പം അത് ഹിറ്റാവും, പറയാൻ പറ്റില്ല. അത് റീൽസിലും വരും. റീൽസ് ഓളുകൾ എടുത്ത് അതിനെക്കൊണ്ട് കളിക്കുകയും ചെയ്യും. നിങ്ങൾ ഓൺ എയറിലേക്ക് ആവുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ഓൺ നല്ല ലെവലിലേക്ക് പോവുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ DRMSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ റിഫു DRMS. അപ്പോൾ 4 സെഗ്മെൻറ്റുകളിലായിട്ട് ഞാൻ വീഡിയോസ് ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ പിന്നെ ഇതിൽ എൻ്റെ മെയിൻ കണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്ന, നന്നായിട്ട് പാടി പാട്ട് റെക്കോർഡ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരുത്തായിരുന്നു ഈ 4. അത് 4ാമത്തെ വീഡിയോ. ഇത് ഈ 3 വീഡിയോയിലുള്ള സംഭവങ്ങൾ. അപ്പോൾ ആ 3 വീഡിയോ കാണിച്ചതിന് ശേഷം ഞാൻ 4ാമത്തെ വീഡിയോയിൽ ഈ പാട്ട് പാടി അതിന് ശേഷം ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിനെക്കൊണ്ട് പഠിച്ചു നോക്കുന്നേരോ അതിനെക്കൊണ്ട് ഫുള്ള് പഠിക്കാൻ പറ്റുന്നില്ല. ഫുള്ള് പഠിക്കാൻ പറ്റുന്ന വെച്ചാൽ കുറേ ഒന്നും തിരിയുന്നില്ല. പഠിക്കാണ്ടിരിക്കാൻ വലിയ പണിയുണ്ട്. എനിക്കാണെങ്കിൽ നേരമില്ല. ഞാൻ ISROൻ്റെ പുതിയ വർക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ തിരക്കില്ല. അതായത് ഇപ്പോൾ മഴ പെയ്യുന്നതുകൊണ്ട് ജിയോനൊന്നും ഇപ്പോൾ നെറ്റ് കിട്ടുന്നില്ല. ജിയോൻ്റെ സിമ്മെല്ലോ ഇടുന്നല്ലോ ഇങ്ങനെ കട്ടാകുന്നുണ്ട്. അപ്പോൾ സാറ്റലൈറ്റിന് ഇതെല്ലോ കംപ്ലൈൻറ്റ്. അപ്പോൾ ISRO ഒന്ന് വിളിച്ചിന് പോലെ പറഞ്ഞ് അതൊന്ന് ക്ലിയറായി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ പരിപാടിയില്ല ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഈ റെക്കോർഡിൻ്റെ സംഭവം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ബാൻഡ് ലാബ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിനെ കൊണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞേ. അപ്പോൾ ഞാനത് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നിങ്ങളെ പഠിപ്പിക്കേണ്ടിക്കൽ പിന്നെ നിങ്ങൾക്കതിനെക്കുറിച്ച് നിങ്ങളതിനെ സെറ്റാക്കി തരണമെങ്കിൽ ഞാനതിനെപ്പറ്റി ഫുള്ള് പഠിക്കണ്ടേ. അപ്പോൾ ഞാൻ ഫുള്ള് പഠിച്ചിട്ടില്ല. ഫുള്ള് പഠിക്കാൻ എനിക്ക് തിരിയുന്നുമില്ല. അപ്പോൾ ഞാൻ ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഞാൻ പകുതി പഠിപ്പിച്ചാൽ ഞാൻ മുറിവൈദ്യനായിട്ട് നിങ്ങളായി പകുതി പഠിപ്പിച്ച സാധനം എടുത്തിട്ട് നിങ്ങൾ അതിൽ പാട്ട് പാടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഗംഗേ നിങ്ങൾ പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചങ്കേ എന്നായിട്ടായിരിക്കും എന്താക്കുക ഔട്ട്പുട്ട് വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ, അതായത് 5ാമത്തെ വീഡിയോയിൽ ഞാൻ മര്യാദയ്ക്ക് പഠിച്ചിട്ട് ഞാൻ ആദ്യം ഈ സാറ്റലൈറ്റിൻ്റെ പരിപാടിയെല്ലാം തീർക്കട്ടെ. അതെല്ലാം തീർത്തിട്ട് ഞങ്ങൾക്കത് പഠിപ്പിച്ചു തരാം. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ സെഗ്മെൻറ്റിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഉടായ്പെല്ലാം കൊണ്ട് വരണമല്ലോ ഓരോ ദിവസവും.
അതിപ്പോൾ ചാനൽ തുടങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഉടായ്പം കൊണ്ട് വരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 225 സബ്സ്ക്രൈബറായി, 5 കൂടി ഇന്ന് നോക്കുമ്പോൾ 226 പിന്നെ മറ്റേ ആദ്യം ഇട്ട വീഡിയോ ഉണ്ടല്ലോ, അതിന് പോരാത്തതിന് ആദ്യം പിന്നെ 23 കണ്ടേ. ഇപ്പം നോക്കുമ്പോൾ 100 കണ്ടിരിക്കും. എൻ്റെ മോനെ 100 കണ്ടിന്. അപ്പോൾ 100 കണ്ട്. മറ്റേ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ 46 കണ്ട്. ഇതിങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ആൾക്കാർ. സംഭവം ഞാൻ വിചാരിച്ച് ഇങ്ങനെ വെറുതെ ഇതെല്ലാം ഇങ്ങനെ ആൾക്കാർ കാണുമല്ലേ ഇതിൽ സാധനം ഇട്ട് കഴിഞ്ഞാൽ, അപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ 4ാമത്തെ ഇതിൽ നിങ്ങൾക്ക് എന്താക്കി തരാം. അതായത് നമ്മൾ ഈ പാട്ട് പാടുന്ന ഈ മൈക്കു സാധനങ്ങളും കൊണ്ടാവണ്ടിയെല്ലാം കൊണ്ടാച്ചതിനെ കൊണ്ട് നമുക്ക് നല്ലൊരു വോയിസ്, അതായത് നല്ലൊരു സൗണ്ട് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സാധനമൊന്നും ഉണ്ടായതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് നമ്മുടെ സൗണ്ട് ഉച്ചാരണ രീതി, അതായത് ഉച്ചാരണം നല്ല പെർഫെക്റ്റ് ആയിരിക്കണം. അതിനെന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പുസ്തകങ്ങളെല്ലാം എന്തായിരിക്കണോ രാവിലെ എല്ലാം എണീച്ചിട്ട് വായിക്കണം, അല്ലെ പേപ്പറെല്ലാം കുറച്ച് വായിക്കണം. നമ്മളെ പ്രൊണൗൺസിയേഷൻസ് എന്തായിരിക്കണം എപ്പോഴും ലെവലായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഋഷ്യശൃംഗൻ എന്നെല്ലാം പറയുന്നേരോ ആ പറയുന്നതെല്ലാം എന്തായിരിക്കണം കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആയിരിക്കണം. പ്രൊണൗൺസിയേഷനിൽ ഉണ്ടാ പൻ്റെ അടുക്ക് തന്നെ പോയണ്ട സാധനം അതെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ ഈ പാട്ട് പാടുന്നതിലെല്ലാം വ്യത്യാസം വരും. പിന്നെ എന്ത് സൗണ്ട് നമ്മൾ പുറത്തേക്ക് വിടുന്നേരവും ആ സൗണ്ട് ഫുള്ളായി നമ്മളിപ്പോൾ ഒരാളോട് വർത്തമാനം പറയുമ്പോൾ നമ്മളെ വർത്തമാനം പറഞ്ഞതിന് നിങ്ങൾ ശരിക്കും ചോദിച്ചാൽ ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യും. പക്ഷെ നമ്മൾ ഒരിക്കലും വർത്തമാനം പറയുമ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമ്മളെപ്പോൾ സംസാരിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയില്ല, പൂർണ്ണമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. എനിക്കത് സ്പീഡിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുക പൂർണ്ണമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കണം. ശ്രമിക്കണം പോയി. അപ്പോൾ നമ്മൾ പൂർണ്ണമായി അത് കറക്റ്റ് രീതിയിൽ എന്തായിരിക്കണം, കറക്റ്റ് ലെവലിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ഉച്ചാരണം കറക്റ്റാക്കുക. അപ്പോൾ നല്ലൊരു വോയിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്പുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അങ്ങനെയുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണാം. മറ്റേത് അടുത്ത വീഡിയോയിൽ പഠിപ്പിച്ചുതരാം, മര്യാദയ്ക്ക് പഠിപ്പിച്ചുതരാം. അപ്പോൾ ഒരു പാട്ട് പാടുന്ന ഒരു സിംഗറെ സംബന്ധിച്ചിടത്തോളം, ഒരു പാട്ട് പാടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ തൊണ്ട, അതേപോലെ തന്നെ ലങ്സ്, അതേപോലെ തന്നെ മൂക്ക്, ബായി, ഇതെല്ലാം എന്തായിരിക്കണം നല്ല ക്വാളിറ്റിയുള്ള ഇതെല്ലാം നമുക്ക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ സംഭവമെല്ലാം നമ്മൾ എന്താക്കുന്നുണ്ട്, ലിങ്കായിട്ട് സഹായിക്കുന്നുണ്ട് ഈ സാധനമെല്ലാം. മൂക്ക്, ബായി, തൊണ്ട, അതേപോലെ തന്നെ ശ്വാസകോശം, ഇതെല്ലാം. അപ്പോൾ ശ്വാസം നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല സൗണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ. നമ്മുടെ ശ്വാസം എന്തായിരിക്കും, ശ്വാസോച്ഛ്വാസം നല്ല രീതിയിലായിരിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില പാട്ട് പാടുന്ന സമയത്ത് ആ പാട്ട് നമ്മളത് രീതി വരുമ്പോൾ നമ്മളതിനിങ്ങനെ നീട്ടുന്ന സമയത്ത് ചില സമയത്ത് എന്താവും അത് കട്ടായി പോകും, മുറിഞ്ഞു. അപ്പം പിന്നെ ബാക്കി നമ്മൾ എന്താക്കേണ്ടി വരും, ഏച്ചുവിട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ ശ്വാസോച്ഛ്വാസം എപ്പോൾ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. അങ്ങനെ ക്ലിയർ ആയാൽ മാത്രമേ എന്താവൂ നമുക്ക് നല്ലൊരു സൗണ്ട് എന്താക്കാൻ പറ്റൂ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാർക്ക് സംഭവിക്കുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് പാട്ട് പാടുന്ന സമയത്ത് വായോണ്ട് പാടി പിന്നെ പാട്ട് അതിൻ്റെ ഇടക്ക് മൂക്കിലേക്കെത്തും. വായോണ്ട് പാടി ആ പാട്ട് എന്താക്കും, മൂക്കിലേക്ക് വരും. മൂക്കോണ്ട് പാടും, പിന്നെ വായോണ്ട് പാടും, പിന്നെ മൂക്കോണ്ട് പാടും. ആ ഒരു സംഭവം പാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. വേണം, എന്നാലും ആ ഒരു സംഭവം പാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. ചില സ്ഥലത്തെല്ലാം നമുക്ക് ഈണത്തിൽ മൂക്കിലേക്ക് നമുക്ക് കണക്ഷൻ കൊടുക്കാൻ പറ്റും. ഇത് എൻ്റെ അറിവാണ് ഞാൻ അടുത്ത് പറഞ്ഞിരുന്നത്. ഇതല്ലാണ്ട് ഏതെങ്കിലും ഓതർ എഴുതിയ ബുക്കിൽ അറിവൊന്നുമല്ല. അതുകൊണ്ട് ഇത് അനക്കുള്ള സംഭവം ഞാൻ അറിയുന്ന കാര്യങ്ങൾക്ക് പറഞ്ഞിരുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു പാട്ട് പാടണം. ഇപ്പോൾ ഉദാഹരണത്തിന് കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, മഴപ്പക്ഷി പാടും പാട്ടിൽ മയിൽ പീലി നിന്നെ ചാർത്താം. ഇത് ഞാൻ പാടിയത് വായ കൊണ്ടല്ല, ഇത് ഞാൻ പാടിയത് മൂക്കൊണ്ടാണ്. അപ്പോൾ എന്തായി, ഒരാളുടെ സൗണ്ടിൻ്റെ വ്യത്യാസം വന്നല്ലോ. പക്ഷേ ഇത് ശരിക്കും വായ കൊണ്ട് പാടുമ്പോൾ എങ്ങനെ ഉണ്ടാവും, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, മഴപ്പക്ഷി പാടും
പാട്ടിൽ മയിൽ പീലി നിന്നെ ചാർത്താം, ഉറങ്ങാതെ നിന്നോടിന്നും ചേർന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് എനക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് പിടിച്ചാൽ ഒരു മൂക്ക് അടയും, ഒരു മൂക്ക് തുറക്കും. അപ്പോൾ ഇന്ന് ഈ മൂക്ക് അടഞ്ഞിട്ടുള്ള, രാവിലെയല്ല ഈ മൂക്ക് തന്നെ അടഞ്ഞിട്ടുണ്ടായത്. ഇപ്പോൾ ഇത് നേരെ മാറി സ്വിച്ച് ചെയ്ത് ഇങ്ങോട്ടേക്കായി. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഈ മൂക്ക് അടയൽ. അപ്പോൾ ഈ മൂക്ക് അടഞ്ഞാൽ ഇതിങ്ങനെ അമർത്തി പിടിച്ചിട്ട് മുമ്പോട്ടേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇത് തുറക്കും. തുറന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടി നല്ലോണം അടയും. അപ്പോൾ ഈ അടച്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മുഷ്കിലുള്ള കാര്യം. ഒരു മൂക്ക് അടഞ്ഞിട്ട് ഒരു മൂക്ക് തുറക്കാന്ന് പറയുന്നത് ശ്വാസം കഴിക്കുമ്പോൾ നല്ല പാട്ടുള്ള വ്യത്യസ്തമായ ശബ്ദങ്ങളെല്ലാം ഇതാക്കും പുറത്തേക്ക് വരും. ഈ രണ്ട് മൂക്കും ശരിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ മൂലടഞ്ഞു പോകും. അങ്ങനത്തെ അവസ്ഥയിലേക്കെല്ലാം പോകും മഴക്കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർക്ക് വരുന്ന മിസ്റ്റേക്കാണ് ഇതെന്ന്, ഈ വായോണ്ട് പാടിയിട്ട് വായോണ്ടുള്ള അത് മൂക്കിലേക്ക് എത്തേണ്ട രീതികളെല്ലാം വേണം. പക്ഷെങ്കിൽ ഫുള്ള് അതെന്തായി പോറ് അങ്ങനെ. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, എപ്പോൾ സംസാരിക്കുമ്പോഴും അതേപോലെ തന്നെ നല്ല പാട്ട് പാടാൻ ശ്രമിക്കുമ്പോഴും എന്താക്കുക, മാക്സിമം നമ്മൾ വായന കൊണ്ട് പാടാൻ ശ്രമിക്കുക. അതേപോലെ സംസാരിക്കുമ്പോൾ മാക്സിമം വായന കൊണ്ട് പൂർണ്ണമായിട്ട് സംസാരം ഉച്ചരിക്കുന്ന രീതിയിൽ ശ്രമിക്കുക. അതാണ് നമ്മൾ വേണ്ടത്. പിന്നെ ഇന്നത്തെ കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ ടെക്നോളജി അല്ല ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് പാട്ട് പാടാൻ അയാൾ ഭയങ്കരമായിട്ട് ശാസ്ത്രീയ സംഗീതം പഠിക്കണം എന്നൊന്നുമില്ല. ചെറിയ രീതിയിൽ പാടാൻ അറിഞ്ഞാൽ മതി. കാരണം ഇന്നത്തെ റെക്കോർഡിംഗ് DAW സോഫ്റ്റ്വെയറിലെല്ലാം ഓട്ടോ പിച്ച് എന്ന് പറയുന്ന AI സംവിധാനങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് നമ്മൾ പാട്ട് പാടിയതിന് ശേഷം ഈ ഓട്ടോ പിച്ചിലേക്ക് സ്വിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാടിയ പാട്ടുകൾ അതിൻ്റെ പിച്ച് ഓട്ടോ കറപ്ഷൻ ചെയ്തിട്ട് ഒരു ഓട്ടോ ലെവലിലേക്കെല്ലാം ആക്കിയിട്ടെല്ലാം വരുന്ന DAWയിൽ ഇപ്പോൾ ഫങ്ഷൻസ് എല്ലാം ഉണ്ട്. ഓട്ടോ ട്യൂണിങ് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനെയുള്ള സംഭവങ്ങളില്ല. അതേപോലെ തന്നെ ഇന്ന് നമ്മളൊരു പാട്ട് പാടാൻ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ട് പകുതി പാടിയാൽ മതി. പിന്നെ കഴിച്ച് ബാക്കി നമുക്ക് ഇന്നത്തെ ദിവസം കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ഈ ആർട്ടിസ്റ്റിന് പാട്ട് പാടി ഇന്നത്തെ ദിവസം പിന്നെ എവിടെയോ മംഗലമുണ്ട് അതിനായിട്ട് പോകണം. അപ്പോൾ ഈ മംഗലത്തിലായിട്ട് പോകുമ്പോൾ എനിക്ക് അത്രേ പാടാൻ പറ്റുമോ, സമയമില്ല, ഞാൻ വന്നിട്ട് നാളെ പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ സ്റ്റുഡിയോയിൽ തന്നെ ആ ഫയൽ എടുത്തതിന് ശേഷം നാളെ അതിൻ്റെ ബാക്കി പാടിയാൽ മതി. ഇന്ന് തന്നെ ഫുള്ള് പാടണമെന്നില്ല. പക്ഷെ പണ്ട് റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് അങ്ങനെയല്ല. പണ്ട് റെക്കോർഡ് ചെയ്യുന്ന കാലത്ത് KS ജാനകിൻ്റെ എല്ലാം കാലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തല്ലോ എന്താ വെച്ചാൽ അന്ന് ഞാൻ ചെറുതേനും KS ജാനകിൻ്റെ കാലത്ത്. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നിൽക്കുന്നവരെ KS ജാനകി വരും. എന്നിട്ട് ഞാനിങ്ങനെ പുറത്തിങ്ങനെ KS ജാനകി വന്നു കഴിഞ്ഞാൽ അന്ന് സ്റ്റുഡിയോൻ്റെ പിന്നെ മൊത്തം വർക്ക് നമ്മളൊരു ഒരു മെയിൻ ടെക്നീഷ്യൻ ഉണ്ട്. അപ്പോൾ ഇയാളാണ് അതിൻ്റെ വർക്ക് മെയിൻ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അയാളുടെ പേരെന്നോട് മറന്നുപോയി. അപ്പോൾ ഈ KS ജാനകി വന്നിട്ട് ഫസ്റ്റ് എൻ്റെ തോളിൽ ഇങ്ങനെ തട്ടും. എന്നിട്ട് പറയും, മോനെ നീ ഉഷാറാണോ, നീ നാളെ നല്ല പാട്ടുകാരനായി മാറണം എന്നെല്ലാം പറയും എന്നോട്. അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് എനിക്ക് ഇൻസ്പിറേഷൻ ആയത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾ അന്ന് കാലത്ത് വന്നു കഴിഞ്ഞാൽ പാവം ഇങ്ങനെ പാട്ട് പാടണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടും. പക്ഷേ ഇന്ന് ഒരു ആർട്ടിസ്റ്റിൽ പാട്ട് പാടണമെങ്കിൽ കുറച്ച് പാടി ഇതാവും. അപ്പോൾ അന്ത കാലത്ത് ഈ പാട്ട് പാടും. ഇപ്പോൾ KS ജാനകി പാടിയ സന്ധ്യേ കണ്ണൂരിലെന്തേ സന്ധ്യേ സ്നേഹമഴി തേടുകയാണോ വീണ്ടും എൻ മനം പോൽ നിൻ മനം പോൽ നിൽപ്പൂ രജനിഗന്ധി സന്ധ്യേ. അന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് സമയത്ത് മുക്കറിട്ടിട്ട് KS ജാനകി പാടുന്നുണ്ടാവും ഈ പാട്ട്. പക്ഷേ ഇന്ന് ഈ സന്ധ്യ എന്ന് പാടുന്ന ഒരാൾക്ക് സന്ധ്യ എന്ന് പാടിയിട്ട് കണ്ണൂരിൽ എന്തേന്നുള്ള വരി നാളെ വന്നിട്ട് പാടിയാൽ മതി. പക്ഷേ അന്നത്തെ KS ജാനകിക്ക് അതെന്താക്കണം, ആ പാടി അന്ന് തന്നെ എന്താക്കണം, അതിൻ്റെ ബാക്കിയും കൂടി പാടിയിട്ട് വേണം അതിനെ സെറ്റാക്കിയിട്ട് കൊണ്ടുവരാൻ. അപ്പോൾ രണ്ട് കാലഘട്ടത്തിൽ, അതായത് കാലഘട്ടം മാറി. ഇന്ന് ടെക്നിക്കൽ യുഗം മാറി. ഇന്ന് ടെക്നിക്കൽ യുഗത്തിൻ്റെ ടെക്നിക്കലാണ് ഇന്ന്. അന്ന് ടെക്നിക്കൽ യുഗം ആകുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരാളെ സംബന്ധിച്ചിടത്തോളം പാട്ട് പാടാൻ വലിയ എന്താ പറയുക ശാസ്ത്രീയമായിട്ടുള്ള സംഗീതമൊന്നും വേണ്ട, കുറച്ച് കഴിവുണ്ടായാൽ മതി, അതിനുള്ള താല്പര്യം ഉണ്ടായാൽ മതി.
പിന്നെ ഈ ഒരു സാധനത്തിനെ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ നമ്മുടെ മുമ്പിൽ ഇന്ന് പുതിയ മാർഗ്ഗങ്ങളുണ്ട് സോഷ്യൽ മീഡിയയുടെ. അന്നത് സോഷ്യൽ മീഡിയ പോലത്തെ മാർഗ്ഗമൊന്നുമില്ല. അന്ന് പുരക്കി നമുക്കൊരു ദൂരദർശൻ്റെ ഒരു TV മാത്രമാണ്. ഇതിൽ ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം വരുന്നേരോ ഇത് നമ്മൾ കേട്ടോളുക, കണ്ടോളുക, നമ്മൾ പോയിക്കോളുക. പക്ഷെ ഇന്ന് നമുക്ക് കേട്ടാലും കണ്ടാലും നമുക്ക് അതേപോലത്തെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് പുറത്തെത്തിക്കാനുള്ള എല്ലാ മാർഗ്ഗം നിങ്ങളെ കൈമ്പോൾ തന്നെ ഈ ഒരു ചെറിയൊരു മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട്. പല വെർഷനുകളായിട്ട് പല ആപ്പുകളും ഇന്ന് റെക്കോർഡിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കഴിവ് മാത്രം ഉണ്ടായാൽ മതി. അതേപോലെ തന്നെ കുറച്ച് പാടാനുള്ള സംഭവം. ഇനി കഴിവും വേണ്ട എൻ്റെ അഭിപ്രായത്തിൽ. ഇനി കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പിലേക്ക് മാറും. അതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരൊന്നും ഈ ആഗ്രഹം മൂടി വെക്കൊന്നും വേണ്ട. നിങ്ങളെന്തായിക്കോ കുറേശ്ശെല്ലാം ആയിട്ട് നിങ്ങൾക്കത് ഇങ്ങനെ പാടാൻ എൻ്റെ മ്യൂസിക് റിലേറ്റഡായ കാര്യങ്ങളായിട്ടാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ആഗ്രഹമുള്ള ആൾക്കാർ നിങ്ങളത് മൂടി വെക്കൊന്നും വേണ്ട. നിങ്ങളൊരു സൈനിങ് എന്നുള്ള വിധത്തിൽ നിങ്ങൾ പാടി കുറച്ച് സംഭവങ്ങളെല്ലാം ഈ സമയം കിട്ടുന്ന സമയത്തെല്ലാം ഒന്ന് റെക്കോർഡെല്ലാം ചെയ്തിട്ടെല്ലാം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭാവിയിൽ ഏതെല്ലെങ്കിലും അല്ല നമ്മളെ മക്കൾക്കെങ്കിലും അത് സംഭവം കേൾക്കാമല്ലോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് ഇത്ര നമ്മൾ കഴിവുണ്ട് എന്നുള്ള നമ്മൾ ഫേമസ് ആയിട്ടില്ലെങ്കിലും പിന്നെ ഫേമസ് ആകണം എന്നുള്ള ആൾക്കാർക്ക് വിചാരിച്ചാലാവണമെന്നില്ല. നമ്മൾ പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഇന്നത്തെ കാലത്ത് ഒരു സിനിമ എടുക്കണമെങ്കിൽ ചെറിയൊരു മൊബൈൽ ഫോൺ മതി. പക്ഷേ എന്ത് വേണം? പണി അറിയണം. പണി അറിയുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഇത് എടുക്കേണ്ടെങ്കിൽ ഒരു സിനിമ എടുക്കാൻ നമുക്കൊരു ചെറിയ മൊബൈൽ ഫോൺ മതി. കാരണം ആ മൊബൈൽ ഫോണിൽ തന്നെ മൊത്തം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി രാവിലെ വെയിറ്റ് എടുക്കും. രാവിലെ ജിമ്മിൽ പോയാലും വൈകുന്നേരം ജിമ്മിൽ പോയാലും നമ്മൾ വെയിറ്റ് എടുക്കും. വെയിറ്റ് എടുക്കുക നമ്മളെന്തിനാണ് ശരീരത്തിൻ്റെ മസിലുകളെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു ഊർജ്ജസ്വലത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിന് പോയി കഴിഞ്ഞാൽ വെയിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ എടുക്കും. അപ്പോൾ ഈ വെയിറ്റും കാര്യങ്ങളെല്ലാം എടുക്കുമ്പോൾ നമ്മളെ മസിലെല്ലാം വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ശരീരത്തിന് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടാകുക. അതേപോലെ തന്നെ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ഉണ്ടാകാനും സൗണ്ടിന് നല്ല പെർഫെക്ഷൻ ഉണ്ടാകാനും ഇതേപോലെ നമ്മൾ ചില എക്സസൈസുകൾ ചെയ്യണം. ചെയ്താൽ മാത്രമേ നമ്മളെ സൗണ്ട് പെർഫെക്റ്റും ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെയുള്ള കുറച്ച് എക്സസൈസുകളാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സസൈസ് നിങ്ങളെന്താക്കുക, ഒരു ദിവസം രാവിലെ ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോ എന്താക്കുക ചെയ്യുക. ഇനി വൈകുന്നേരം ചെയ്യാൻ പറ്റുന്ന വൈകുന്നേരം ചെയ്യുക. അതായത് പാട്ട് പാടാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വോയിസ് നിങ്ങൾക്ക് വരുന്നതാണ്. അത് ഞാൻ ഗ്യാരണ്ടി. കാരണം ഇത് ഞാൻ പറയുന്ന എൻ്റെ ഇതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി. നിങ്ങൾക്ക് അങ്ങനെ ഈ ഒരു കുറച്ച് എക്സസൈസുകൾ നിങ്ങൾ ചെയ്താൽ മതി. എന്തെങ്കിലും മറ്റേതാണെങ്കിൽ എനിക്ക് പഠിക്കേണ്ടെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ എന്തെങ്കിലും ഉടായ്പലായിട്ട് വരണ്ടേ, എന്തെങ്കിലും കാണിച്ചു തരണ്ടേ. അപ്പോൾ ഈ ഒരു ടിപ്പ് നമുക്ക് ആദ്യം നോക്കാം. ഇനി ഈ ടിപ്പ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാട്ട് നമുക്ക് പാടണ്ടെങ്കിൽ ആ പാട്ട് എഴുതി വെച്ചിട്ട് ഇങ്ങനെ പഠിച്ചതിനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെയൊന്നും പാടാൻ പറ്റില്ല. എൻ്റെ അഭിപ്രായമാണേ. നല്ലൊരു പാട്ട് നമുക്ക് പാടണ്ടെങ്കിൽ ആ പാട്ട് എഴുതി വെച്ചിട്ട് പഠിച്ചത് പോരാഞ്ഞിട്ട് ആ പാട്ട് ഒരു 100 പ്രാവശ്യം അല്ലെങ്കിൽ 200 പ്രാവശ്യമോ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണം. കണ്ടിന്യൂസ് ആയിട്ട് കേട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു പാട്ട് നല്ല രീതിയിൽ പാടാൻ പറ്റും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പാട്ട് പാടാൻ ഉദ്ദേശിച്ച് ആ പാട്ട് ഒരു 100 പ്രാവശ്യം നമ്മൾ കേൾക്കുക. ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കതിൻ്റെ പിച്ചിൻ്റെ വ്യത്യാസവും അതേപോലെ തന്നെ ഈണങ്ങൾ ഇതാണ്ടതെല്ലാം നമ്മളെ മെമ്മറിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. നമ്മളെപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പണ്ട് പഠിക്കുന്ന കാലത്ത് വായിച്ച് പഠിച്ചാൽ പഠിക്കാൻ കുറേ സമയം എടുക്കും. അതേപോലെ തന്നെ കണ്ടു പഠിച്ചാൽ എഴുതി പഠിച്ചാലെല്ലാം കുറേ സമയം എടുക്കും. പക്ഷേ കണ്ടല്ലോ നമ്മളൊരു കാര്യം കേട്ട് പഠിച്ചാലുണ്ടല്ലോ നമുക്കത് എത്ര മറന്നുപോലെ നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടാകുകയും ചെയ്യും. പെട്ടെന്ന് നമ്മളത് പഠിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ വ്യത്യാസം. അപ്പോൾ ഒരു പാട്ട് നമ്മൾ പാടുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം, ഈ പാട്ട് കേൾക്കുക. കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്വരങ്ങളും എല്ലാ സംഭവം നമ്മളെ മൈൻഡിലോട്ട് ഇങ്ങനെ ഇതാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 4 ദിവസമോ ഈ പാട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടതിന് ശേഷം പിന്നെ അതിനങ്ങ് വിട്ടാളിയാം. പിന്നെ അതിനങ്ങ് വിട്ടാളിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെറുങ്ങനെ പാടാൻ തുടങ്ങാം. ചെറുങ്ങനെ പാടാൻ തുടങ്ങുമ്പോൾ എന്താകുമെന്ന് അറിയുക, ഓട്ടോമാറ്റിക് തന്നെ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. ചില നമുക്ക് എടുക്കാൻ പറ്റാത്ത ചില വരികളുണ്ടല്ലോ, ചില നീട്ടാൻ പറ്റാത്ത ചില ഏരിയാസ് ഉണ്ടല്ലോ, എത്തിപ്പെടാൻ പറ്റാത്ത ചില വഴികളിലൂടെയെല്ലാം നമ്മൾ സഞ്ചരിച്ച പോലെ നമുക്ക് തോന്നും. ആ പാട്ടിൻ്റെ ചില ലിറിക്സെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് പാടാൻ പറ്റും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താണ് പെട്ടെന്ന് എനിക്കൊരു മാറ്റം പെട്ടെന്ന് തരുന്നത്. അത് ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് സെറ്റാകുക. അങ്ങനെയുണ്ട്. അപ്പോൾ എന്താക്കുക, പാട്ട്
ഒരു പാട്ട് പാടണ്ടെങ്കിൽ ആ പാട്ട് ഇരുന്ന് പുറക്കിരുന്നിട്ട് ഇങ്ങനെ ബായോണ്ട് പാടി പഠിച്ചതിനെ കൊണ്ട് കാര്യമില്ല. നല്ലോണം അതെന്താക്കുക കേട്ടുകൊണ്ടേ ആ പാട്ട് എന്താക്കാൻ പറ്റും, നമുക്ക് പാടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അടുത്ത നിങ്ങൾക്ക് ഈ സംഭവം എക്സസൈസ് പറഞ്ഞതാണ്. അപ്പോൾ എക്സസൈസിൻ്റെ രീതികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ബ്രീത്ത് എക്സസൈസാണ്. ബ്രീത്ത് എക്സസൈസ് എന്ന് വെച്ചാൽ മാക്സിമം ബ്രീത്ത് ഉള്ളിലേക്ക് വലിക്കുക, മാക്സിമം ബ്രീത്ത് പുറത്തേക്ക് വിടുക. അതാണ് നമ്മളെ ലങ്സിൻ്റെ കപ്പാസിറ്റി നിർണ്ണയിക്കുന്നത്. അതായത് എന്ന് പറയുമ്പോൾ നമ്മൾ യാതൊള്ള എത്ര സമയം വരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്, അതാണ് നമ്മളെ ലങ്സിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ ലങ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ് നമ്മളെ സൗണ്ടിൻ്റെ ഔട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ എന്താക്കുക, എപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല ബ്രീത്ത്, അതായത് ഒരു 6 സെക്കൻഡ് ബ്രീത്ത് എടുക്കുക. ഫസ്റ്റത്തെ ഞാൻ നോക്കിക്കോ, മൂക്കടഞ്ഞുകൊണ്ട് ഒരു ഒച്ച വരുന്നുണ്ടാവും, മൂക്ക് നിർത്തും. എല്ലാവരും ഒന്ന് സഹിച്ചാൽ മതി കേട്ടോ, സൗണ്ട് മാറി. ഇപ്പോൾ എസ് അച്യുനാഥൻ്റെ സൗണ്ടായി തോന്നും. ഓക്കെ, അപ്പോൾ നമ്മളെന്താക്കുക, ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ വലിക്കുക 6 സെക്കൻഡ്. 6 സെക്കൻഡ് 1 2 3 4 6 സെക്കൻഡ് കഴിഞ്ഞാൽ എല്ലാം റിലീസ് ചെയ്യാം. 6 സെക്കൻഡ് ഫുള്ള് റിലീസ് ചെയ്യണേ. അതായത് 6 സെക്കൻഡ് റിലീസ് ചെയ്യാം. ഇത് നമ്മൾ എന്താക്കുക, ഒരു പാട്ട് പാടുന്നതിന് മുമ്പ് ഒരു 5 പ്രാവശ്യം നമ്മൾ ഈ സംഭവം ചെയ്യുക. ഇനി അടുത്തത് QEQR, അതായത് QEQR എന്ന് പറയുന്ന ഈ ആൽഫബറ്റിക്കിലെ ഈ ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ ലെറ്റേഴ്സ് നമ്മൾ എന്താക്കുക, ഒരു 5-10 പ്രാവശ്യം എന്താക്കുക, ഉച്ചരിക്കുക. അത് ഉച്ചരിക്കേണ്ട രീതി ഞാൻ പറഞ്ഞത്. രണ്ടാമത്തേതാണ് QEQR, QEQR, QEQR ഉണ്ടോ? ഇങ്ങനെ എന്താക്കുക, ഈ ഒരു ലെറ്റർ നമ്മൾ എന്താക്കുക, ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. ഇനി മൂന്നാമത് ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സസൈസാണ്, കുറച്ച് പവർഫുള്ളായിട്ടുള്ള എക്സസൈസ്. അതായത് നമ്മൾ ഈ തൊണ്ടക്ക്, നമ്മുടെ ഈ തൊണ്ടയുടെ ഞരമ്പിനെ നല്ല സ്ട്രോങ് ആക്കുന്ന സൗണ്ട്, അതായത് നല്ല ക്വാളിറ്റിയിൽ പുറത്ത് വരാൻ പറ്റുന്ന തരത്തിൽ നമ്മളെ സൗണ്ടിനെ, ഈ ഒരു വെയിനിനെ, അതായത് ഈ ഞരമ്പിനെ നല്ല ക്വാളിറ്റി ആക്കുന്ന ഒരു എക്സസൈസാണ് ഞാൻ മൂന്നാമത് പറഞ്ഞത്. അത് ആ എക്സസൈസിൻ്റെ പേരാണ് സ്ട്രോ എക്സസൈസ്. അത് സ്ട്രോ യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സസൈസാണ്. അപ്പോൾ ഇത് ഞാൻ പിന്നെ തലശ്ശേരിയിൽ പിന്നെ ഫിറോസ് സ്കൂൾ ബാറിൽ ഷെയ്ക്ക് കുടിക്കാൻ പോയ ഒരാടുന്ന് എടുത്തിയാണ്. ഈ ഒരു സ്ട്രോ എന്തിനാ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം അറിഞ്ഞിട്ടല്ല എടുത്തത്. വെച്ചാൽ അവിടെ മിക്സ് ഷെയ്ക്ക് കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിൽ ചെറിയ അണ്ടിപ്പരിപ്പിൻ്റെ ഇതിട്ടിട്ടുണ്ടാവും ഷെയ്ക്കിൽ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് നമ്മളിങ്ങനെ ഷെയ്ക്ക് ഇങ്ങനെ വലിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് അവിടെ ഒരു 3-4 ഉണ്ടാവും. അപ്പോൾ അത് ഇങ്ങനെ നാക്കിയാലൊന്നും വീവില്ല, അണ്ണാക്കിലേക്ക് വീവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഈ സ്ട്രോയിൽ ഇങ്ങനെ വലിച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പ് എന്താക്കും, ഈയിലേക്ക് വലിച്ച് കയറ്റിയിട്ട് അത് ഇവിടെ കുടുങ്ങും. 3-4 ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ ഈ സ്ട്രോ എല്ലാം എടുത്ത് കീശയിലിട്ടിട്ട് പുരക്ക് വന്നിട്ട് ഷെയ്ക്കങ്ങ് പോയി കഴിഞ്ഞാൽ രണ്ട് ചൊട്ടം കൊട്ടി ഈ അണ്ടിപ്പരിപ്പ് പുറത്തേക്ക് വരും. അതെടുത്ത് തിന്നു. കാരണം പൈസ 50 ഉറുപ്പിക കൊടുത്തില്ല ഒരു മിക്സ് ഷേക്ക് കുടിക്കുന്നത്. നമ്മളൊരിക്കലും ഒരൊറ്റ അണ്ടിപ്പരിപ്പ് പോലും മിക്സ് ചെയ്യുന്നത് നമ്മളെന്താക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. ഓക്കെ, ഇത് ഞാൻ പഠിപ്പിക്കുന്നതാണേ, ഞാൻ പഠിച്ച പാടാണേ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലെസണെല്ലാം നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇനി ഞാൻ രണ്ടാമത് പറയുന്നത് മൂന്നാമത്തെ സാധനമാണ് സ്ട്രോ എക്സസൈസ്. ഈ സ്ട്രോ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ സ്ട്രോ നമ്മുടെ കൈമേലില്ലെങ്കിൽ സ്ട്രോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യാം. പക്ഷേ ഇത് ഇള്ളിയാന്നല്ലേ, ഇത് കിട്ടാൻ വലിയ പണിയൊന്നുമില്ല. 10 ലക്ഷം ഉറുപ്പിക കൊടുത്ത് വാങ്ങേണ്ട സാധനമല്ല. അവിടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് സ്ട്രോ എക്സസൈസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം സ്ട്രോ എടുത്ത് ഇങ്ങനെ വായിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ബാക്കോട്ട് കൂടെ നമുക്ക് ഇവിടെ തൊണ്ടക്ക് ഈ നരമ്പ് ചാടണം. മാക്സിമം എന്താക്കുക, ഈ സ്ട്രോങ്ങിൻ്റെ ഹോൾസിലൂടെ കൂടി തന്നെ ബാക്കോട്ട് വലിക്കുക. ഉണ്ടാ, അപ്പോൾ എന്താവും, നമ്മൾ ഈ വെയിന് നല്ല സ്ട്രെങ്ത്. ഇത് എന്ത് ചെയ്യുക, ഡെയിലി ഒരു 5-8 പ്രാവശ്യം ഈ സംഭവം ചെയ്യാം. ഈ 5-8 പ്രാവശ്യം ഈ സംഭവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വോയിസ് എന്താവും, ഈ നരമ്പുകൾ നല്ല
കട്ടിയുള്ള സെറ്റപ്പായിട്ട് വരും. അത് ഞങ്ങൾക്ക് ഒരു 5-6 പ്രാവശ്യം ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്ത് കൊണ്ടിരുന്നാൽ തന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും നിങ്ങളുടെ വോയിസുള്ള. അതായത് വോയിസ് നല്ല എന്തോ ഒരു പെർഫെക്റ്റായിട്ട് വരുന്ന പോലെ ഞങ്ങൾക്ക് തോന്നും. ഇത് ഞാൻ എൻ്റെ വാക്കാണ്, ഉറപ്പാണ്. ഇനി 4മത്തെ വെച്ചാൽ നമ്മളെ തൊണ്ട ഒരിക്കലും എന്താക്കുക, ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ട് നോക്കുക. ഡീഹൈഡ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താക്കുക, വെള്ളം കുടിക്കുക. തൊണ്ട ആറിപ്പോകുന്ന പ്രശ്നമുണ്ട്. അതൊക്കെ ആറിപ്പോകുന്ന നല്ല ചിലരുണ്ട് നല്ല കഫമെല്ലാം ഇങ്ങനെ തൊണ്ടയിൽ കട്ട കഫമൊക്കെ ഇങ്ങനെ കുരച്ച് തുപ്പുന്നേരോ മഞ്ഞ കവെല്ലാം തുപ്പുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ തൊണ്ടയുള്ള ആൾക്കാർക്കൊന്നും മര്യാദയ്ക്ക് പാടാനൊന്നും പറ്റില്ല. അപ്പോൾ എന്താക്കുക, തൊണ്ടയിലെ കഫമെല്ലാം നല്ലോണം ഒഴിവാക്കിയിട്ട് തൊണ്ട എപ്പോഴും എന്താക്കുക, നല്ല ഡീഹൈഡ്രേഷൻ ഇല്ലാണ്ട് നല്ല സെറ്റപ്പായിട്ട് സൂക്ഷിക്കുക. ഇനി 5മത്തെ ഒരു എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ സാധനം പുരക്കിയിരുന്നിട്ട് മാത്രം ചെയ്യുക. അത് പുരക്കിയിരുന്നിട്ട് ആരും ഇല്ലാത്ത ടൈമിൽ മാത്രം ചെയ്താൽ മതി. പുറത്ത് പോയിട്ടൊന്നും ഈ എക്സസൈസ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ അത് പിന്നെ വെറുതെ ആൾക്കാർ പിടിച്ചടിച്ചിട്ട് പിന്നെ എന്നോട് പറയാൻ നിൽക്കണ്ട. ഈ എക്സസൈസിൻ്റെ പേരാണ് കിസ്സിങ് എക്സസൈസ്. അതായത് കിസ്സിങ് എക്സസൈസ് എങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ബ്രീത്ത് ഉള്ളിലേക്ക് വലിക്കുക. അതായത് കണ്ടാ, ഈ ബ്രീത്ത് മാക്സിമം ഉള്ളിലേക്ക് വലിച്ചിട്ട് ഈ ബ്രീത്ത് പുറത്തേക്ക് പോകുന്നവരെ കിസ് ചെയ്യുക, മൊത്തം വെച്ച് കൊടുക്കുക. മനസ്സിലായില്ല? അതായത് ഇങ്ങനെ മാക്സിമം ഇത് ബ്രീത്ത് മാക്സിമം പുറത്ത് പോകുന്നവരെ എന്താക്കണം, ഈ കിസ് അടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങളൊരു 10 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് സൗണ്ട് മാറുന്നത് നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഡെയിലി ചൂടുവെള്ളം എന്താക്കുക, കുടിക്കുക. പിന്നെ അതേപോലെ തന്നെ 6മത്തെ ടിപ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പണ്ട് ചെറുപ്പത്തിലെല്ലാം നമ്മൾ സ്കൂളിലെല്ലാം കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ബസ് ഓടിക്കുന്ന ഇതാക്കുന്നില്ലേ, അതായത് നമ്മളിങ്ങനെ സ്കൂള് കളിക്കുമ്പോൾ നമുക്ക് ബസ്സിൻ്റെ വരാന്തലുള്ള ആൾക്കാർ ഇങ്ങനെ ബസ് ഓടിക്കുന്ന ഇതിങ്ങനെ ഇതാക്കണം, ഇങ്ങനെ ഇങ്ങനെ ഈ സാധനം എന്താക്കുക, ഡെയിലി ഒരു 10 പ്രാവശ്യം എന്താക്കുക ചെയ്യുക. അത് ഒറ്റ ശ്വാസത്തിൽ, അതായത് ഒറ്റ ബ്രീത്ത് എടുക്കുക. ഇങ്ങനെ ഒരു ബ്രീത്ത് എടുക്കുക, ബ്രീത്ത് എടുത്തിട്ട് ആ ബ്രീത്ത് കഴിയുന്നവരെ ആ സംഭവം ചെയ്യുക. അപ്പോൾ ഈ 6 എക്സസൈസ് നിങ്ങൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ശബ്ദം എന്താകുന്നുണ്ടാവും, ഇമ്പ്രൂവ്മെൻ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണാം. ശബ്ദത്തിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജിമ്മിൽ പോയിട്ട് എക്സസൈസ് കളിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മൾ മസിലുകളും കാര്യങ്ങളെല്ലാം വികസിപ്പിച്ചെടുക്കുന്ന പോലെ നമ്മളെ ഈ ശ്വാസത്തിനും അതേപോലെ തന്നെ നമ്മുടെ ഡയഫ്രത്തിനും അതുപോലെ തന്നെ ലങ്സിനും ഈ വായ്ക്കെല്ലാം കുറേ എക്സസൈസുകളുണ്ട്. ഇനി ഇതിൽ ബോണസ് ടിപ്പായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ എന്തെങ്കിലും പറഞ്ഞുതരാൻ നോക്കുമ്പോൾ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ച സാധനങ്ങളാ ബോണസ് ടിപ്പ്. അതായത് വെച്ചാൽ ഇങ്ങനെ ഒരു പെന്നെടുക്കുക, 7മത്തെ ഇങ്ങനെ ഒരു പെന്നെടുത്തിട്ട് ഈ പെന്നെന്താക്കുക, ഇങ്ങനെ കടിച്ചു പിടിക്കുക. ഇങ്ങനെ കഴിയുക എന്താ, അതായത് നമുക്ക് സംസാരിക്കാനുള്ള എന്തെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സംസാരിക്കുക. അപ്പോൾ എന്താ വിചാരിച്ചല്ലോ, നമ്മളെ നാവ്, അതായത് നമ്മളെ നാവ് വർക്ക് ചെയ്യില്ല. നാവ് വർക്ക് ചെയ്യണമെങ്കിൽ നാവ് എന്തായിരിക്കണം, ഫുള്ള് പുറത്തേക്ക് വരണം, എന്നാലും നമ്മളെ നാവ് വർക്ക് ചെയ്യും. അപ്പോൾ നാവ് വർക്ക് ചെയ്യാണ്ട് നിൽക്കുന്നേരോ നമ്മൾ എന്താക്കും, തൊണ്ടയിൽ നിന്ന് നമുക്ക് ശബ്ദം വരുത്തിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ നമ്മളെ തൊണ്ട കൂടുതൽ എന്താവും, ഉഷാറാവും. നോക്കിക്കോ, അതായത് വെച്ചാൽ പിന്നെ ഈ ഒരു സാധനം പെണ്ണെടുത്തിട്ട് ഇങ്ങനെ വെച്ച ശേഷം നാവിനെ ബ്ലോക്ക് ചെയ്യാം. നാവിനെ ബ്ലോക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇങ്ങനെ ആക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വോയിസ് അതിന് കണക്കായ രീതിയിൽ
അതും ഒരു എക്സസൈസാണ്, അതൊരു ബോണസ് ടിപ്പാണ്. അപ്പോൾ ഈ 6-7 കാര്യങ്ങൾ നിങ്ങൾ എന്താക്കുക, എപ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാലും അതേപോലെ തന്നെ രാത്രി ഒന്നിക്കൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്വാളിറ്റിയുള്ള വോയിസിങ് ഒക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു ക്വാളിറ്റിയുള്ള വോയിസ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ ഏത് മൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവിടെങ്ങളില്ല ചില ആൾക്കാർ മറ്റേ പിന്നെ ഈ അനൗൺസ്മെൻ്റ് എല്ലാം പോകുന്ന ആൾക്കാർ വമ്പിച്ച ഓഫർ, വമ്പിച്ച വിലയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങൾ അതിപ്പോൾ അതിൻ്റെ സംഭവം അറിയില്ല. പിന്നെ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ ഇതാ കടന്നു വരുന്നു എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഇത് കേട്ടില്ല, അത് പ്രകമ്പനമുള്ള ഒരു വോയിസ് വരുന്നിട്ടില്ലേ, അതെന്തുകൊണ്ട് അറിയാം, നല്ല ടോപ്പായിട്ടുള്ള ശ്വാസോച്ഛ്വാസവും നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് എപ്പോൾ എന്തുണ്ടാവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ക്ലാരിറ്റി ആക്കാനുള്ള സെറ്റപ്പ് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ക്ലാരിറ്റി ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ ഇത്ര ഞാൻ കളിച്ചല്ലോ, അപ്പോൾ എൻ്റെ വോയിസ് എനിക്കിപ്പോൾ ഒരു ചെറിയൊരു മാറ്റം പോലെ തോന്നുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു സോങ് ഞാൻ നിങ്ങൾക്ക് പാടി കേൾപ്പിച്ചു തരാം, എങ്ങനെ അതിൻ്റെ ഒരു സെറ്റപ്പിൽ എൻ്റെ വന്നിട്ടുള്ളതെന്നോ നോക്കോ. അപ്പോൾ നമുക്ക് തട്ടത്തിന് മാറിയത്തിലുള്ള അതായത് അനുരാഗത്തിൻ വേളയിൽ എന്ന് പറഞ്ഞ ആ പാട്ടിൻ്റെ ഒരു ചെറിയൊരു ഇത് നോക്കാം. ഓക്കെ, ശരി. നുരയുമോരുടയാടയിൽ മറയുവത് നിന്റെ അഴക് നീ, കനവിലിന്നൊരു കനിവുമില്ലാതിനിയ മുറിവോ തന്നു നീ, നിറയൂ ജീവനിൽ നീ നിറയൂ, അണയൂ വിജനവീതിയിലണയൂ, അവളെൻ നെഞ്ചിൻ നിസ്വനം, അവളീ മണ്ണിൻ വിസ്മയം, കുളിരുന്നുണ്ടി തീനാളം, അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം, ഉലയുന്നുണ്ടൻ നെഞ്ചകം, അവളീ മണ്ണിൻ വിസ്മയം, ഇനി എൻ്റെ മാത്രം, എൻ്റെ മാത്രം. ഓക്കെ, പിന്നെ ഞാൻ വെറുതെ ഒരു ട്രയൽ ഇതാക്കിയിട്ട് പാടിയതാണ്. പിന്നെ ഞാൻ ഭയങ്കര പാട്ട് പഠിച്ച ആളൊന്നല്ല, ഭയങ്കര സംഭവമല്ല, ഞാൻ ബിഗിനറായിട്ട് പഠിച്ചു വരുന്ന ഒരാൾ മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ 225 ഇനിയൊരു 275 500 സബ്സ്ക്രൈബർ ആക്കണം. അതിൻ്റെ ശേഷം ഞാൻ സമയം കിട്ടുന്നതിലല്ലോ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ കുറച്ച് പാട്ടുകൾ പാടി ഇതിൽ കവർ ഇതായിട്ട് ഇതാക്കും. എൻ്റെ വർക്ക് സൈഡിലോട്ട് വേറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്, ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവും. പിന്നെ ഈ ഒരു ചാനലിന് ഇങ്ങനെയുള്ള എൻ്റെ കുറച്ച് കഴിവുകൾ എനിക്കത് പുറത്തേക്ക് ഇതാക്കണം. അതേപോലെ തന്നെ സേവ് ചെയ്തേക്കാൻ ഒരു പ്ലാറ്റ്ഫോം, യൂട്യൂബിലെല്ലാം നമ്മൾ ഈ ഒരു സാധനം ഇട്ട് സേവ് ചെയ്ത് വെച്ചാൽ പിന്നെ അത് എവിടെയും പോകില്ലല്ലോ, എത്ര കാലമാണെങ്കിലും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. നമ്മളൊരു ഫോണിലെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോൺ നശിച്ചു പോയി കഴിഞ്ഞാൽ ആ റെക്കോർഡും കാര്യങ്ങളെല്ലാം പോയി. പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ പയ്യെ പണം വെച്ച് നമ്മൾ പിന്നെ മരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഈ ഇങ്ങനെയുള്ള നമ്മളെ ഈ പാട്ടുകൾ ഇങ്ങനെ പാടി ഇങ്ങനെ ഇതെല്ലാം ഉണ്ട്, നമ്മളെ പിൻവരുന്ന നമ്മളെ മക്കളെല്ലാം കാണുമല്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവമുള്ള നിലക്ക്, അല്ലാണ്ട് ഇതിൽ ഇപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം പറയുന്ന പോലെ തന്നെ വലിയ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് മല മറിക്കാനൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം, പിന്നെ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഇതെല്ലാം
നമ്മളൊരു കാര്യം അറിയുന്ന കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മൾ അറിവ് വർദ്ധിക്കുന്നതാണ് പറയുന്ന കേൾക്കൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം അനക്ക് അറിയുന്നത് ഞാൻ ചാനലിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു ടിപ്സ് എല്ലാം കറക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു സൗണ്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എപ്പോൾ നല്ല സൗണ്ട്, അതായത് നാലാളോട് സംസാരിക്കുമ്പോൾ അമ്മാതിരി സൗണ്ട് വരാണ്ട് നാലാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് എല്ലാം കറക്റ്റ് നല്ല രീതിയിൽ ഇതാക്കുമ്പോൾ തന്നെ നമ്മളെ വ്യക്തിത്വത്തെ ആൾക്കാർ വിലയിരുത്തും. അതായത് ഒരു ഇൻ്റർവ്യൂവിനെല്ലാം പോയിട്ട് നമ്മൾ ഒരു ചോദ്യമെല്ലാം ചോദിക്കും, ഹലോ സാർ എന്താ പേര്, ഞാനിങ്ങനെ റിഫാനാണ്, ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്, ഞാൻ പിന്നെ ഇങ്ങനെയുള്ള ജോബുകളെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാൻ അപ്പോൾ അവർ തന്നെ അന്നേരം തന്നെ നോട്ടീസ് ചെയ്യും. അതേപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ബിസിനസ്സുകാരായിട്ടെല്ലാം ബന്ധപ്പെടുമ്പോൾ നമ്മളത് ആ ഒരു സംസാരം ആൾക്കാർ നോട്ടീസ് ചെയ്യും. അപ്പോൾ നല്ല രീതിയിൽ നല്ല സ്ഫുടമായി അക്ഷരസ്ഫുടതയോടുകൂടി നമുക്ക് സംസാരിക്കാൻ, നല്ല വോയിസ് നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മളെല്ലാ സാധനവും കറക്റ്റ് വർക്കിംഗ് ആയിരിക്കണം. അപ്പോൾ ഈ എക്സസൈസുകളെല്ലാം നമ്മൾ എന്താക്കുക, പിൻപറ്റുക. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് പാടാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് നല്ലോണം സംസാരിക്കാനുള്ള നല്ലൊരു സൗണ്ട് നമുക്ക് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതെല്ലാവരും ചെയ്ത് നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് ശ്വാസമെല്ലാം പിരിച്ച് പുറത്തേക്കെല്ലാം വിടുന്നേരോ ബാക്കിൽ നിന്ന് വെളിയൊന്നും ഇട്ടുകൊണ്ടിരിക്കുക, അമ്മാതിരി സംഭവം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, ബൈ ബൈ.